അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആശിഖീങ്ങളെ, നമ്മുടെ ബഹുമാന്യനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബീരാൻകുട്ടി ഉസ്താദ് അവരുടെ ആണ്ട് ജൂൺ 3 നാളെ നടക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ദൂരെ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് ആ നടക്കുന്ന കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എന്നാലും ഞാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നത്, നമ്മുടെ സ്ഥാപനം സാമ്പത്തികമായി വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ സ്ഥാപനത്തിന് ഒരുപാട് ആവശ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെ കോളേജിൻ്റെ മുകളിൽ ഷീറ്റിടേണ്ട അത്യാവശ്യമായ ഘട്ടത്തിലാണ്. മാസം തോറുമുള്ള ചിലവുകൾ, കുട്ടികളുടെ ഭക്ഷണങ്ങൾ, ഉസ്താദന്മാരുടെ ശമ്പളങ്ങൾ, മറ്റ് പലതരത്തിലുള്ള ചിലവുകളും കറണ്ട് ബില്ലും ഒക്കെയായി നല്ലൊരു തുക എല്ലാ മാസവും ആവശ്യമായി വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം കൊണ്ടാണ് അതിങ്ങനെ നടന്നു പോകുന്നത്. എൻ്റെ പ്രിയമുള്ള ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, കാര്യമാത്ര പ്രസക്തമായ ഒരു സഹായം നിങ്ങൾക്ക് അല്ലാഹു തആല തന്നതിൽ നിന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളെ എന്നല്ല, അള്ളാഹുവിൻ്റെ ദീനിനെ ഒക്കെ നിലനിർത്തിയത് നമ്മളെപ്പോലെയുള്ള മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെ എല്ലാം നടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ വളർന്ന് കോളേജിൽ നിന്ന് പഠിച്ച് ബിരുദമൊക്കെ നേടി പുറത്തിറങ്ങിയാൽ അവരേതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയി അള്ളാഹുവിൻ്റെ ദീനിന് ദഅവത്ത് ചെയ്യുകയും ഖിദ്മത്തുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യും. അവർ നല്ല പ്രഭാഷകരായിരിക്കും, നല്ല ഖാരിഉകളായിരിക്കും, നല്ല മുദരിസുമാരായിരിക്കും. തീർച്ചയായിട്ടും അവരെ ആ നിലയിലാക്കിയവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നിങ്ങൾ ഒരാളായി മാറും. ഞാനും ഒരു സാധുവായ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിയാരാണ്. ഞാനെന്നും എൻ്റെ ദുആയിൽ എന്നെ ഇങ്ങനെ ആക്കാൻ ഒരു പെൻസിൽ കൊണ്ടെങ്കിലും സഹായിച്ചവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഒരു ദിവസം പോലും മുടക്കാറില്ല. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും അവസ്ഥ അതായിരിക്കും. ഇൻഷാ അല്ലാഹ് അതൊരു നാഫിയായ അമലായി, അതായത് നമ്മൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാലം വരെ അവർ ജീവിച്ചിരുന്ന് ദീനിന് ഖിദ്മത്ത് ചെയ്യുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന കാലം വരെയും തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സദഖയാണ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു സദഖയാണ്. നമ്മളെങ്ങാനും മരണപ്പെട്ടു പോയാലും നമ്മുടെ ഖബറിലേക്ക് ഈ കുട്ടികളുടെ ദുആ എത്തും, അതുപോലെ ഈ ഉസ്താദന്മാരുടെ ദുആ എത്തും. നമ്മൾ മുഖാന്തരം എന്തെങ്കിലും ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്തിട്ട് പോയാൽ അതൊക്കെ നാഫിയായതും ജാരിയായതുമായ സദഖകളായി മാറും. നിങ്ങൾ ചെയ്യുന്ന ഓരോ സദഖകളും ജാരിയാകണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കത് ഉപകാരപ്പെടണം. ആ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും കാര്യമായി ഒന്ന് സഹകരിച്ച് നമ്മുടെ സ്ഥാപനം നിലനിർത്തണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.